to blow it up like a volcano. സോ ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ്, ഇങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു MT15 കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 2 മാസത്തിന് ശേഷമാണ് നമ്മളിത് ഒരു മര്യാദയ്ക്കൊരു വീഡിയോ ഇടുന്നത്. മര്യാദയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഏതാണ്ട് 6 മാസത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഇടുന്നത്. ഇനി തൊട്ട് അത്യാവശ്യം റെഗുലറായിട്ട് വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കുമില്ല എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ ടെയിൽ ടൈഡ് ചെയ്യാനായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ഈ ഒരു ടെയിൽ ഫുള്ള് ഊരിക്കളഞ്ഞിട്ട് ഈ ടെയിലും ഈ ഒരു ഹഗ്ഗറും എല്ലാം ഊരിക്കളയണം. കാരണം എനിക്ക് നമ്മുടെ വണ്ടിയിൽ ആ ഒരു സാധനം ഇരിക്കുന്നതിനോട് വലിയ താല്പര്യമുള്ള കേസേ അല്ല. കാരണം നോക്കിയാൽ എന്തോ ഭയങ്കര ഒരു ഇതാണ്, എനിക്കിഷ്ടമല്ല കേട്ടോ. നമ്മുടെ ഒരു വണ്ടിയിലും വെക്കുന്നത് എനിക്കിഷ്ടമല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു സാധനം എല്ലാം ഊരിക്കളയണം, എന്നിട്ട് ടെയിൽ ടൈഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ഈ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇത് ഡ്യൂക്കിൻ്റെ ഒരു കോപ്പി ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈ ഒരു സാധനം എനിക്ക് വണ്ടി ഇരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അത് നോക്കി ഒരുമാതിരി തൂങ്ങിക്കിടക്കുന്ന 2 സൈഡിലേക്കും ഭയങ്കര വൃത്തിയായിട്ട്. അപ്പോൾ ആ ഒരു സാധനം കൂടി ഊരി മാറ്റണം. അപ്പോൾ നമുക്ക് അതും ഊരിയിട്ട് ഫസ്റ്റ് നമുക്ക് ആ ഒരു പരിപാടി മൊത്തത്തിൽ അങ്ങ് തീർക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ടെയിൽ മൊത്തം ഊരണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഭാഗം ചെയ്യുന്നത് ഞാനിപ്പം ചെയ്യുന്നില്ല. കാരണം നമ്മുടെ കയ്യിൽ ടൂൾസും കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാണ്. അപ്പോൾ നമുക്ക് ജോൺസിൻ്റെ അടുത്ത് ഞാൻ പോകുന്നുണ്ട്. ജോൺസിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ ഒരു സാധനം റെഡിയാക്കാം. കാരണം എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വണ്ടി ഞാൻ ഇതുവരെയായിട്ടും റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് റിവീലിംഗ് വീഡിയോ എടുക്കാനായിട്ട് ആ ഒരു തുണിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു തുണിയൊക്കെ അവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ ഒരു സാധനമൊക്കെ എടുത്ത് അതൊക്കെ ഇങ്ങനെ ഇട്ട് മൂടിയിട്ട് അങ്ങനെ ചെയ്യണം, അതിനുള്ള പ്ലാനാണ്. സോ എന്തായാലും അവൻ്റെ അടുത്ത് പോയി അതെടുക്കണം. അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുമുണ്ട്. സോ എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സീറ്റ് ഊരണം, അതുപോലെ തന്നെ ഇത് ഈ ടൈലും കാര്യങ്ങളും എല്ലാം ഊരണം കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളതുകൊണ്ട് വീഡിയോ എടുപ്പൊക്കെ ഇച്ചിരി പാടാണ്. പക്ഷേ മാക്സിമം ഞാൻ എല്ലാം കാണിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അങ്ങനെ നമ്മളിത് സീറ്റും കാര്യങ്ങളും എല്ലാം ഊരിയിട്ടുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു 4 നട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയത്. 1, 2, ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ 1, 3, 4, ഇവിടെ 4 നട്ടുണ്ട്. ഈ 4 നട്ട് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ടെയിൽ പീസ് ഊരിയെടുക്കാം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഇത് ഈ 1, 2, 3 ഈ ഒരു 3 ഊരിയിട്ട് ഈ ഒരു പീസ് ഊരിയെടുക്കണം. എന്നാലേ നമുക്ക് ഇവിടുത്തെ ഈ 2 ഇതുമൊക്കെ ഊരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും ജസ്റ്റ് ഊരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാണ് അതിൻ്റെ പ്ലഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു പ്ലഗും കാര്യങ്ങളും എല്ലാം ഊരി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ലൈറ്റിൻ്റെ കണക്ഷനും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് ഈ ഒരു 3 നട്ട് ഊരിയിട്ട് അതും കൂടെ ഊരാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു പീസ് ഊരിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആ സീറ്റിൻ്റെ ആ ഒരു ഭാഗം കയറിയിരിക്കുന്നതാണ്. അപ്പോൾ അത് ഊരിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 4 നട്ടാണ് കേട്ടോ ഊരേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഈ ഒരു പ്ലഗും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ഊരി വിടാം. അങ്ങനെ നമ്മളിത് ഈ ഒരു 4 നട്ട് ഊരിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്കിത് ഈ ഒരു സാധനം ജസ്റ്റ് ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് ഊരി വരും ഇതിൻ്റെ അകത്തുനിന്ന്. ഇതിപ്പോൾ ഊരി വന്നു. ഇനിയിപ്പോൾ നമുക്കിത് ഈ ഒരു കണക്ഷനും കൂടെ ഇതിൻ്റെ അകത്തുനിന്ന് ഊരി വെക്കാം. ഇതിപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ 2 കണക്ഷൻ, അതുപോലെ തന്നെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ മറ്റേ ഈ ഒരു പ്ലഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് ഊരിയായിരുന്നു, കുഴപ്പമില്ല, അത് തിരിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇതുണ്ടോ, ഇതിലെയാണ് ഈ സാധനം പോയേക്കുന്നത്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഊരി എടുക്കണം. ഇപ്പോൾ ഊരി വന്നു. നമ്മുടെ താക്കോലുണ്ട് ഇതിൻ്റെ അകത്തൂടെ കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു അടപ്പൊക്കെ ഉണ്ട്, അതിവിടെ വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ഊരി കളഞ്ഞുകൊണ്ട് നമുക്കിനിയിപ്പം താക്കോലിൻ്റെ ഇവിടെ ജസ്റ്റ് ഡയറക്റ്റ് ഇടാം. അടപ്പും കാര്യങ്ങളും നോക്കില്ല. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് ചെളിയൊക്കെ കയറാനായിട്ട് ചാൻസ് ഉണ്ട്. അതും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം. അപ്പം ജസ്റ്റ് ഈ ഒരു സാധനം കൂടി ഊരി എടുത്തിട്ട് നമുക്ക് കാണാം. ഇപ്പം വണ്ടിയുടെ ഒരു ലുക്ക് നോക്കി ഞാൻ ജസ്റ്റ് ഇത് മൊത്തം ഊരിയിട്ട് കാണിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സാധനം കൂടി ഊരണം. കാരണം ഇതിനോട് എനിക്കിപ്പം വലിയ താല്പര്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ, അത്യാവശ്യം മഴയൊക്കെ ആയിരുന്നു, ഇപ്പോഴാണ് അത്യാവശ്യം കുറഞ്ഞു കണ്ടത്. കുറച്ച് ഭാഗമൊക്കെ തെളിഞ്ഞ് നിൽപ്പുണ്ട്, പക്ഷേ കൂടുതൽ മൂടിയാണ് കിടക്കുന്നത്. സോ എന്തായാലും നമുക്ക് അതും കൂടി ഊരി ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ. അല്ലേ അപ്പോൾ എന്തായാലും ഈ സാധനം എല്ലാം ഊരി കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഞാൻ ഇത് ഊരുമ്പോൾ ജസ്റ്റ് കാണിച്ചു. ഇത് സിമ്പിളാണ്. ഇത് ഇവിടെ ഒരു 2 നെട്ടുണ്ട്, ഇത് കണ്ടോ, ഇവിടെയും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട് 2 അപ്പോൾ അതും കൂടി ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സാധനം മൊത്തത്തിൽ നിന്ന് വരും. അത് കഴിഞ്ഞിട്ടുള്ള വണ്ടിയുടെ ആ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നല്ല, അടിപൊളിയാണ്. സോ എന്തായാലും അതും കൂടി ഊരിട്ടെ കേട്ടോ. അങ്ങനെ നമ്മളിത് പുറകിലത്തെ ആ ഒരു പീസ് ഊരി, ഇത് ഊരി, ഇനിയിപ്പം ജസ്റ്റ് ഇങ്ങോട്ട് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഊരി വരും. കണ്ടില്ലേ, ഇവിടുത്തെ വണ്ടിയുടെ ആ ഒരു ലുക്ക് നോക്കിയേ.
എൻ്റെ മോനെ കിട്ടില്ല കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമുക്കിനിയിപ്പോൾ ഞാൻ മറ്റേ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്കിത് ഈ ഒരു ഭാഗമൊക്കെ വെച്ച് മുറുക്കാനുണ്ട്. കണ്ടില്ലേ, ഇതെല്ലാം ലൂസാണ്. ഇത് നമ്മുടെ ഈ ഒരു സീറ്റ് വന്ന് ഇതെങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്രേക്ക് ലൈറ്റ് പൊട്ടിപ്പോവും. അപ്പോൾ അത് ഒന്ന് കയറ്റി വെച്ച് സെറ്റ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഇവിടെ വെച്ച് നമ്മുടെ ടെയിൽ ടൈഡ് വരുമ്പോഴേക്കും ഇത് ടൈറ്റ് ആയിരുന്നോളും. നമുക്ക് അത് പോയി എടുത്തുകൊണ്ട് വരാം. ഞാൻ അത് എല്ലാം കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്നില്ല, നോക്കട്ടെ, ഞാൻ മാക്സിമം നോക്കാം. ഇത് ഊരാൻ പറ്റുമെങ്കിൽ നമുക്ക് ഊരി മാറ്റാം, അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞ പോലെ അവിടെ ചെന്നിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ടെയിൽ ടൈഡി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എക്സ് ക്ലാമ്പാണ് കേട്ടോ. ഇതുണ്ടല്ലേ മറ്റേ എക്സ് ഇത് വരുന്ന ആ ഒരു ടെയിൽ ടൈഡി. അതുപോലെ തന്നെ നമ്മുടെ ഇത് 4 ഇൻഡിക്കേറ്ററും ഇരിപ്പുണ്ട് ഡ്യൂക്കിൻ്റെ. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ചെറുക്കനിലേക്ക് എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യാം, കാരണം മഴയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വരുന്നുണ്ട്. അതിന് മുമ്പ് ഈ വീഡിയോ എന്തായാലും തീരത്തില്ല. സോ എന്തായാലും നമുക്ക് മാക്സിമം ശ്രമിക്കാം. അപ്പോൾ നമ്മളിത് നമ്മുടെ ടെയിൽ ടൈഡിയും കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പോഴത്തെ ഒരു ലുക്ക് എന്നൊക്കെ പറയുന്നത് ഇതാണ്, ഇത് കണ്ട. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ നമ്പർ പ്ലേറ്റും കൂടെ കയറ്റി വെച്ച് ഇൻഡിക്കേറ്ററും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി മൊത്തം തീർന്നു. അതുപോലെ തന്നെ ഈ ഒരു സാധനം തിരിച്ച് കയറ്റി സെറ്റ് ചെയ്യാനുണ്ട്. അതായത് ഇവിടെ കയറ്റി വെക്കണം, അതായത് നമ്മുടെ ഇൻഡിക്കേറ്ററും കൂടെ കൊടുത്തിട്ട് വേണം അതും കൂടെ കയറ്റി വെക്കാം. അപ്പോൾ ഞാൻ അതെല്ലാം ഫുള്ളൊന്ന് തീർത്തിട്ട് വരാം. നമ്മുടെ ഫ്രണ്ട് ഞാൻ ഇതുപോലെ അഴിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മളിപ്പോൾ അവിടെ ചെന്നിട്ടേ മിക്കവാറും ചെയ്യത്തുള്ളൂ. ഇപ്പം ചെയ്യുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും നമ്മളിപ്പം ചെയ്തിട്ടുണ്ട്. അപ്പം ഗായ്സ്, ഇതെന്ന് പറയുന്നത് അടുത്ത ദിവസമാണ്. അപ്പോൾ നമ്മളിത് നേരെ ജോൺസൻ്റെ അടുത്തേക്ക് പോവാണ്. ഇപ്പം പോകുന്ന വഴിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പോയിട്ട് ഇതേ വണ്ടിയുടെ പരിപാടി ബാക്കിയും കൂടെ തീർക്കണം. സംഭവം എല്ലാം ഊരിയിട്ട് മാറ്റിയിട്ട് വേറെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ അവൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. ഞാൻ പെട്രോളും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല, ഇത് കണ്ടില്ലേ, മിന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മിന്നാൻ തുടങ്ങിയതേ ഉള്ളൂ, കണ്ടില്ലേ, വെറും 100 മീറ്ററേ ആയിട്ടുള്ളൂ മിന്നാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ അവിടെ പോയി പെട്രോളും കൂടെ അടിക്കണം. പെട്രോളും കൂടെ അടിച്ചിട്ട് നേരെ അവൻ്റെ അടുത്തേക്ക് പോവാം. എന്തായാലും ഇന്ന് പോയിട്ട് വണ്ടിയെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കണം. ഇപ്പോൾ സമയമെന്ന് പറയുന്നത് ഏതാണ്ട് 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 1 മണിയൊക്കെ ആകാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്, പക്ഷേ വെയിലുണ്ടേ പോലും ചൂടൊന്നുമില്ല. ഓക്കെ, അങ്ങനെ നമ്മളിത് പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പം വരുന്ന വഴിക്ക് നമ്മളിത് വണ്ടി ജസ്റ്റ് ഒന്ന് മാറി. ഇത് നമ്മുടെ ജോൺസൻ്റെ വണ്ടിയാണ്, ഇവന്മാരെ വഴി വെച്ച് കണ്ട കേട്ടോ. ഇപ്പം ജോൺസൺ അല്ല, ഇത് നമ്മുടെ ഇവിടുത്തെ ഈ ബോസ്കോയും ഉണ്ട്, നമ്മുടെ മോട്ടോ ബൈക്കറും ഉണ്ട്. ഇവന്മാർ രണ്ടുപേരും കൂടെ അവിടെ വരെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവൻ്റെ വണ്ടിയായിട്ട് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ബോസ്കോ എൻ്റെ കൂട്ടത്തിലും ഇരിപ്പുണ്ട്. ഓ ഗൈസ്, അതെ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പോലീസൊക്കെ വന്നിട്ടുണ്ട്. കാറ് താഴേക്ക് പോയല്ലേ? അതിനാ ഇതന്നെ ഇങ്ങനെ 2 വണ്ടിയൊക്കെ തെന്നാറ്റിയാട്ടാ ഇടിച്ചതാണോ? ഓ, നേരെ താഴേക്ക് പോയല്ലേ? ഈ ആൾക്കാർക്ക് എന്തായാലും പറ്റിയോ? ഒന്നും പറ്റിയില്ല. ആഹാ, ഓഹോ, പറ്റിയില്ലല്ലേ, ഭാഗ്യം. അതെ അതെ, ആൾക്കാർക്കൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ പോയേ, എൻ്റെ പൊന്നോ, ഈ വണ്ടി കിടക്കുന്നേ. എടാ, ഇത് ഏതിലേ പോയടാ? ഇതിലെ ജമ്പ് അടിച്ചോ? എടാ, അത് ഏതിലേ പോയടാ? ജമ്പ് അടിച്ചോ ഇതിലേ? ഓ, ഇത് ടാക്സി വണ്ടി കേട്ടോ. അയ്യോ, ഒന്ന് ഇടിച്ചതാ കേട്ടോ. എടാ, ഇത് ഓഫ് ചെയ്തിട്ടിരുന്ന വണ്ടിയായിരുന്നെടാ, ഇവിടെ നിർത്തിയിട്ടിരുന്ന വണ്ടിയായിരുന്നു. ഈ വണ്ടി ഒന്ന് ഇടിച്ചതാ. വാ പോവാം വാ ഏട്ടാ. എന്തായാലും ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല, പോലീസും ഉണ്ടായിരുന്നു. ഒന്നും കുഴപ്പമില്ല, പെട്ടെന്ന് വാ. എടാ, അമ്മരെ വിളിച്ചാൽ തിരിഞ്ഞു നോക്കണ്ട കേട്ടോ. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് അടുത്ത വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇത് ജോൺസൺ എടുത്തുകൊണ്ട് വന്നേക്കുന്നതാണ്. പി ജോൺസൺ പുറകെ ഇരിപ്പുണ്ട്. ഈ കാണിക്കരുതെന്നാ ജോൺസൺ പറഞ്ഞേ, അല്ലേ ജോൺസാ? അപ്പോൾ നമ്മളിത് ഇവിടെ ജസ്റ്റ് ഈ കടയിൽ വരെ വന്നാണ് 2 ഫ്ലിക്കർ വാങ്ങിക്കാനായിട്ട്. ഷാരോണ് ഓടി കേട്ടോ, ക്യാമറ ഓണാക്കിയത് കണ്ടപ്പോൾ അവൻ കണ്ടം വഴി ഓടി, ഓഫാക്കി. എന്നാടാ നീ ഒരു സ്നേഹമില്ലാത്ത?
എന്നാടാ ഷാരോണേ? അവൻ 2 ഫ്ലിക്കർ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഫ്ലിക്കറും കുറച്ച് സാധനം കൂടെ വേറെ വാങ്ങിക്കേണ്ടത് വേറൊരു വണ്ടിക്ക്. അപ്പോൾ അതും കൂടി ഇവിടുന്ന് ജസ്റ്റ് വാങ്ങിച്ചിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്ലാമ്പ് ഞാൻ കുറച്ച് വലുതാക്കാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും പോയി തിരിച്ചു പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകണം. അപ്പോൾ നമ്മളിത് ജോൺസൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ജോൺസൺ ഇവിടെ പണിയാണ്. ഷാരോണില്ല, തിരിഞ്ഞിരിഞ്ഞ് കിടപ്പുണ്ട്. ഇതേ അവിടെ ബോസ്കോ ഇരിപ്പുണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളിത് ഇൻഡിക്കേറ്ററൊക്കെ കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇൻഡിക്കേറ്റർ ഇവിടെയും സെറ്റ് ചെയ്തു. അതെ, ഇവിടെ പുറകിലും ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്ത് ഈ ഒരു സാധനം കുറച്ച് കട്ടിങ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുറകിലത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതെ ഈ ഒരു ഫ്ലിക്കറും കൂടെ ജോൺസൺ ഇവിടെ ഭയങ്കര അതിസാഹസികമായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഡിഡാസ് 150 രൂപയുടെ മറ്റേ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ സെയിൽ വന്ന് വാങ്ങിച്ചതെന്നാണ് പറഞ്ഞോട്ടെ. എന്നാ ആളത്തെ എങ്ങനെ അല്ലാടാ പാവം, എങ്ങനെയാ വല്ലതും കൊടുക്കാൻ അറിയാം. ഇത് പിന്നെ കുത്തണ്ടേ ഇനി? അതൊന്ന് നോക്കട്ടെ, കത്തു വന്ന്. അത് ശരി. ഇന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. ഒന്നെങ്കിൽ ഇവിടെ തീ വേറും, ഒന്നെങ്കിൽ വണ്ടി കത്തും, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. നമുക്ക് ഇപ്പം തന്നെ അത് കണ്ടറിയാം. അപ്പോൾ നമ്മളിതേ വണ്ടിയുടെ പരിപാടി എല്ലാം തീർത്തിട്ടുണ്ട്. ഇതേ ലൈറ്റും കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട കേട്ടാ. ഇപ്പോൾ അത്യാവശ്യം ഇരുട്ടായി, അതുകൊണ്ടാണ് ഒരു ലൈറ്റൊക്കെ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. കിടിലേ വണ്ടി ഉമ്മ കിടിലിനായി. അതുപോലെ തന്നെ അതെ പുറകിലും കൊടുത്തിട്ടുണ്ട് കേട്ടാ. പുറകിലും സെറ്റ് ചെയ്തിട്ടുണ്ട് സാധനം. ഇൻഡിക്കേറ്റർ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഉണ്ട് 2 ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്ററും കയറ്റി. അപ്പോൾ ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പം നേരെ തിരിച്ചു പോവാണ്. അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പം വരുന്ന വഴിക്ക് ജസ്റ്റ് അവിടെ കയറി എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കേട്ടോ. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകും. ഇപ്പം കുറച്ചുകൂടെ ഉള്ളൂ നമ്മൾക്ക് വീട്ടിലേക്ക് എത്താനായിട്ട്. അത് നോക്കി നമ്മൾ ചന്ദ്രൻ നല്ല ഇതൊക്കെയായിട്ട് നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നല്ലപോലെ മൂടി ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അയ്യോ, തണുപ്പ് അമ്മാതിരി തണുപ്പാണ്, സീൻ തണുപ്പാണ്. നിങ്ങൾക്ക് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത്യാവശ്യം നല്ല ഇരുട്ടുമുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്ങനെയാണെന്നറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും കണ്ടേക്കുന്നത്. സോ വണ്ടിയുടെ ലുക്ക് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, വണ്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി തൊട്ട് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.